ഹലോ ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. ബർത്ത്ഡേ നാളെയല്ലേ? അല്ല, 2 ദിവസം കഴിഞ്ഞിട്ടാണ് ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ ആഘോഷിക്കുന്ന നാളെ, അതായത് 27-ാം തീയതി. ഞങ്ങൾ അന്നത്തെ ദിവസം ആകുമ്പോഴത്തേന് എന്തായാലും പ്രതീക്ഷിക്കുമല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ നേരത്തെ കൊടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ വേറെ ഒരു സംഭവം എന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തിട്ട് നാളെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ. അപ്പോൾ അതിനൊരു ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് പോവാണ്. നാളെ സാറ്റർഡേ, ഇന്ന് ഫ്രൈഡേ. നമ്മൾ ഇന്ന് പോയി ഒരു ഡ്രസ്സ് മേടിക്കണമായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോകാമെന്ന് എഴുതി ഇറങ്ങിയതാണ്. ബർത്ത്ഡേ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളുടെ ഫ്രണ്ടിൻ്റെയാണ്. അപ്പോൾ എന്താ പറയുക, അവനും എന്നെ അമ്മ എന്ന് എന്നെ വിളിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ വിചാരിച്ചു ഒരു ഇത് വാങ്ങിക്കാം, ഒരു ഡ്രസ്സ് മേടിക്കണം. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് വാങ്ങാം. അങ്ങനെ നമ്മൾ സ്റ്റൈൽ പ്ലസിലെത്തി. നമ്മുടെ സ്റ്റൈൽ പ്ലസിൽ നിന്ന് ഒരു കീ ചെയിൻ ചെയ്യണം. അത് കഴിഞ്ഞ് അപ്പുറത്ത് ഫ്രണ്ട്സിൽ പോയിട്ട് ഒരു ഡ്രസ്സ് കൂടി എടുക്കണം. ഒരു ടീഷർട്ട് എന്തെങ്കിലും നോക്കണം. ആദ്യം നമ്മൾ സ്റ്റൈൽ പ്ലസ് ഇട്ടേ. ഓ ശരിയാ, വിശാഖ ഇത് പറ. പറ. നമ്മൾ ആ സംഭവത്തിലാണ്, ആ കിച്ചനാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതെന്തായാലും ചെയ്തിട്ട് കാണാം. അങ്ങനെ ഞങ്ങളവിടെ കിച്ചൻ ചെയ്യാൻ കൊടുത്തു. ഇനി അപ്പുറത്ത് എവിടെ പോകണം? ഫ്രണ്ട്സിൽ പോയിട്ട് അവിടെ നിന്നൊരു ടീഷർട്ട് കൂടെ എടുത്തിട്ട് തിരിച്ച് ഷോപ്പിലേക്ക് പോകണം. എന്നിട്ട് വീട്ടിൽ പോകണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗം നോക്കാതിരിക്കണം. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ കിടക്കുന്നു. നമ്മൾ അവിടെ നിൽക്കാതെ പതിയെ ഇങ്ങോട്ട് പോകുന്നു. മുകളിൽ കയറി എന്തായാലും വന്ന സംഭവം എടുക്കട്ടെ. അതിന് ശേഷം കണ്ടു കഴിഞ്ഞാൽ ശരിയാവില്ല. അതവിടെ നിന്ന് എത്തിയപ്പോഴത്തേനും ഫുൾ ഇതെടുക്കാൻ വെച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. അവിടെ കണ്ണാടി വെച്ചതുകൊണ്ട് നമുക്ക് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റും. ഇനി ഡ്രസ്സ് നോക്കട്ടെ. സമയം ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി. നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് കാണാം കേട്ടോ. ഡ്രസ്സ് എടുക്കാൻ വരാത്തത് ഒരു ഡ്രസ്സ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഓരോന്നും നമ്മളെ കണ്ണിൽ കാണും. അപ്പം നമ്മൾ അറിയാതെ എടുത്തു പോകും. അപ്പം ഇപ്പം ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഈ 2 സംഭവം കിടന്നു. അപ്പം ഇത് കണ്ടപ്പോൾ ഒരു കൊതി തോന്നി. അങ്ങനെ ഒരു എടുത്തു. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കട്ടെ, കൊള്ളാവുമെന്ന് അറിയണമല്ലോ. ഇതെന്തോന്നു നന്നായിരിക്കും. സന്തോഷമായി. അപ്പം ഞങ്ങൾ ട്രൈ നോക്കിയിട്ട് വരട്ടെ. അവിടെ നീ എടുത്ത ട്രയൽ നോക്കി. അവള് അടിയിടുന്ന കാലേ ചെയ്യൂ. ഇതിനിടയിൽ പാൻറ്റിടാനാണെങ്കിൽ നീ എടുക്കുന്നത്. വേറൊരു സംഭവം നോക്കട്ടെ. വേറെ ഒന്നും ഫോട്ടോ അവളിപ്പോൾ ഡ്രസ് നോക്കി. ഞാൻ വേറെ 2 എടുത്തത് ഇട്ട് നോക്കി. പക്ഷെ എന്നെ ഇഷ്ടപ്പെട്ടില്ല.
അതുകൊണ്ട് ഞാൻ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. ഒരെണ്ണം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത്, ചിലപ്പോഴേ എടുക്കും. കുളത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എന്തായാലും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകും. നമ്മളവിടെ കയറി നോക്കി, പക്ഷെ വലുതായിട്ടൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വലിയ ഇതൊന്നുമില്ല. അത് കാരണം നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി ടീ ചേഞ്ച് ചെയ്യാൻ കൊടുക്കുന്ന അത് മേടിച്ച് ഡ്രസ്സ് വേറെ എവിടെയെങ്കിലും നോക്കാമെന്ന് വിചാരിച്ച് അത് ഇഷ്ടമായില്ല. അപ്പോൾ അത് കാരണം അവിടെ നിന്ന് ഇറങ്ങി. അതിപ്പോൾ എന്തായാലും ഷോപ്പിൽ പോകണം. ഇപ്പോൾ തന്നെ ഇരട്ടി ഷോപ്പിൽ പോയിട്ട് വീട്ടിലേക്ക് പോകണം. എന്തെങ്കിലും ചെയ്യാൻ നോക്കാം. അത് മേടിച്ചു. അപ്പം നമ്മളിനി അങ്ങോട്ട് ഷോപ്പിലോട്ട് പോകും. അങ്ങനെ വീട്ടിലെത്തി. ഇന്ന് എന്താ പറയുക, ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമായില്ല. അപ്പം ഇനിയിപ്പോൾ എന്തായാലും നാളെയല്ലേ സെലിബ്രേഷൻ. അപ്പോൾ എന്തായാലും നാളെ ഉച്ചയ്ക്ക് മുന്നേ പോയി ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നിപ്പോൾ വീട്ടിലെത്തി. ഇനി അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം. നാളെ രാവിലെ പോയി ഷോപ്പൊക്കെ തുറന്ന ശേഷം പോയി ഡ്രസ്സ് എടുക്കണം. എന്നിട്ട് ബാക്കി എന്താ സംഭവം എന്നുള്ളത് നാളെ. അപ്പോൾ ഇന്നിപ്പോൾ ടാറ്റ. അങ്ങനെ ഇന്ന് രാവിലെ നമ്മൾ വീണ്ടും, ഇന്ന് രാവിലെ അല്ല, ഉച്ചയാവാറായി. നമ്മൾ രാവിലെ ഷോപ്പൊക്കെ തുറന്ന് പിന്നെ രാവിലെ എനിക്ക് ബാങ്കിലൊക്കെ പോകണമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഷോപ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉച്ച അടുപ്പിച്ച് ഞങ്ങൾ വീണ്ടും ഇറങ്ങി. ഇപ്പോൾ മാത്സിലാണ് വന്നത്. നോക്കട്ടെ എന്താ പറയുക, ഇപ്പം അവൻ ഓൾറെഡി ഷോപ്പിലെത്തി. അവനെ ഷോപ്പിലെത്തിയിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയത്. പെട്ടെന്നൊരു കേക്ക് മേടിച്ച് ഒരു ഇതും എടുത്തിട്ട് തിരിച്ചവിടെ എത്തണം. നമ്മളിപ്പോൾ മാക്സിലാണ് നിൽക്കുന്നത്, പട്ടത്തുള്ള. അപ്പം എടുത്തിട്ട് സെക്കൻഡ് ഫ്ലോർ എടുത്തിട്ട് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അത് സെലക്ട് ചെയ്തു. അങ്ങനെ രണ്ടെണ്ണം എടുത്തു. കാണിച്ചു തരാം കേട്ടോ. ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ സെലക്ട് ചെയ്തതാണ്. ഇനി ഇത് ബില്ല് ചെയ്തിട്ട് പെട്ടെന്ന് പോയി കേക്ക് കൂടെ വാങ്ങിച്ചിട്ട് ഷോപ്പിലെത്തണം. എന്നിട്ട് വേണം ബാക്കി. സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഷോപ്പിലോട്ട് കേക്ക് മേടിച്ചു. കേക്ക് കാണിച്ചു കമ്മീഷൻ. ഓക്കെ, കേക്ക് വാങ്ങിച്ചു. ഇനിയിപ്പോൾ പെട്ടെന്ന് ഷോപ്പിലോട്ട് പോട്ടെ. അവിടെ ചെന്നിട്ടാണ് കേട്ടോ. അങ്ങനെ കടയിലെത്തി. ബർത്ത്ഡേക്കാരൻ എന്തായാലും നേരത്തെ എത്തി. ഇപ്പം നമ്മൾ കേക്കും ഇത് വാങ്ങിച്ച് അവനെ കാണാതെ ഇവിടെ കൊണ്ട് വെക്കണമല്ലോ. അങ്ങനെ ഞാനിപ്പോൾ അവിടെ വന്നിട്ട് പതിയെ ബാക്ക് സൈഡിലോട്ട് മാറി എന്നിട്ട് മോളോട് അവനെ കൊണ്ട് താഴെ ജ്യൂസ് കോർണർ ഉണ്ട്, അപ്പോൾ അവിടോട്ട് വിളിച്ചിട്ട് പോകാം. എന്നിട്ട് ഇനി ഇവിടെ കേക്ക് ഇത് ഒന്ന് റെഡിയാക്കി വെച്ച ശേഷം പതിയെ അവനെ ഇങ്ങോട്ട് വിളിക്കണം. അപ്പോൾ അവൻ ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. ബർത്ത്ഡേ എന്തായാലും 31-ാം തീയതി ആയതുകൊണ്ട് അവനൊരു പ്രതീക്ഷയില്ലാതിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും സെറ്റ് ചെയ്ത് വെച്ച് വേറെ ഒന്നുമില്ല, കേക്ക് കട്ടിങ്ങും പിന്നെ ടീഷർട്ടും കൊടുക്കണം. അത്ര തന്നെ ഉള്ളൂ സംഭവം. എന്നാലും ഒട്ടും പ്രതീക്ഷിക്കാതെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇനി ഇതൊന്ന് റെഡിയാക്കി വെച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ. നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഇനി വിളിക്കാൻ പോവാണേ. നോക്കട്ടെ എന്താ എക്സ്പ്രഷനൊന്നും. ഹാപ്പി ബർത്ത്ഡേ. വാ ഇങ്ങോട്ട്, വാ കയറി. ഹാപ്പി ബർത്ത്ഡേ ടു യു. പാടടെ ഹാപ്പി ബർത്ത്ഡേ. മീനുട്ടി കൊടുക്ക്, കേക്ക് എടുത്ത് കൊടുക്ക്. ഒന്നും കണ്ടിട്ട് തല മാത്രമേ കാണാൻ മതി. മുഖത്ത് വെച്ച് കൊടുത്താടി പാവം. അത് സാരമില്ല. എന്റെ പത്രയ്ക്ക്
കണ്ണ് തുറക്ക്. ഇത് അമ്മയുടെ വകെ തുറക്കാൻ. അവ മൊത്തത്തില് ഷോക്കായിട്ടിരിക്കുന്നത്. കറക്റ്റ് അല്ലേ? അടിപൊളി. 14 വയസ്സിന്റെ കൊള്ളാം. ഇഷ്ടപ്പെട്ടാടാ? അതല്ല ഇത്രക്കാരൻ പേടിച്ച് വിറച്ച് ഞാൻ വീഡിയോ ഇടം നോക്കിയോ? അന്ന് നീ എന്നെ ഒരിക്കലേ ശരിയാക്കി തരാടാ. ഞെട്ടി നിൽക്കുകയാണ്. 100K ഉള്ള യൂട്യൂബറാ. എന്താ അങ്ങനെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അതൊക്കെ കഴിഞ്ഞിപ്പോൾ നമ്മൾ ഷോപ്പൊക്കെ അടിച്ച് വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തിയിട്ടാണ് ഞാൻ ഈ ലാസ്റ്റത്തെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ സംഭവം എന്താ, അവൻ ഭയങ്കരമായിട്ട് സന്തോഷമായിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവൻ നമ്മളത് ചെയ്യുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ കേക്ക് കട്ടിങ് ഉണ്ടെന്നോ ഒന്നും. അവൻ ശരിക്കും ഷോക്കായിട്ടാണ് നിന്നത്. സത്യം പറഞ്ഞാൽ ഒരു എക്സ്പ്രഷൻ ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഭയങ്കരമായിട്ട് എന്താ പറയുക, നമ്മൾ ആ കേക്കും കേക്ക് ഇത് കണ്ടപ്പോഴും അത് കഴിഞ്ഞ് ആ ഗിഫ്റ്റ് കൊടുത്തപ്പോഴും ഒക്കെയും അവൻ ഭയങ്കര ഷോക്കായിട്ട്, കാരണം വിറയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ ഇതായിട്ട് എടുത്ത് ബുദ്ധിമുട്ടിക്കണമെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങനെ ആ ഒരു നിർത്തിയത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഭയങ്കര സന്തോഷം, വിറയ്ക്കുകയൊക്കെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു എന്താ പറയുക, ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു എന്നവന്. അപ്പോൾ അത് കാരണം ഭയങ്കര സന്തോഷവും, അത് കണ്ടപ്പോൾ നമുക്ക് സന്തോഷം തോന്നി. നമ്മൾ ആ ചെയ്ത ഇതിൽ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് സന്തോഷം തോന്നി. അപ്പോൾ അങ്ങനെ നല്ലൊരു ഇതായ ദിവസമായിരുന്നു, നല്ല ഇതായിട്ട് ആഘോഷിച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഇനി ഇതുപോലെ വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നമുക്ക് അടുത്ത കാണാം. അപ്പോൾ ടാറ്റ.